എന്നാൽ അതിൽ എത്ര പേരോട് നമ്മൾ ഹൃദയം കൊണ്ട് സംസാരിച്ചിട്ടുണ്ട്? എത്ര പേരെ നാം ഹൃദയം കൊണ്ട് കേട്ടിട്ടുണ്ട്? എങ്ങനെയാണ് ഹൃദയം കൊണ്ട് സംസാരിക്കുക? എങ്ങനെയാണ് ഹൃദയം കൊണ്ട് കേൾക്കുക? ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. നമ്മളൊക്കെ അസുഖം വരുമ്പോൾ ഡോക്ടർമാരടുത്ത് പോകുന്ന ആളുകളാണ് അല്ലേ? രണ്ട് വിധം ഡോക്ടർമാരെ നമ്മൾ സാധാരണ പറയാറുണ്ട്. എങ്ങനെ? ചെല്ലുമ്പോൾ തന്നെ ചിരിച്ച് നമ്മൾ സ്വാഗതം ചെയ്യണം അല്ലേ? നമ്മളെ ഉമ്മമാരെയൊക്കെ കൊണ്ടുപോകുമ്പോൾ എന്താ ഉമ്മ, എന്ത് പറ്റി നിങ്ങൾക്ക് അല്ലേ? ഉമ്മാന്റെ കയ്യുമ്മയൊക്കെ ഒന്ന് പിടിക്കുന്ന, സ്നേഹത്തോടെ സംസാരിക്കുന്ന, എന്നിട്ട് ആ സ്റ്റെതസ്കോപ്പ് ആ നെഞ്ഞത്ത് വെച്ച് പരിശോധിക്കുന്ന ഡോക്ടർമാരുണ്ട്. എന്നാൽ അതേപോലെ തന്നെ ഒരു വിഭാഗം ഡോക്ടർമാരുണ്ട്, മുഖത്ത് പോലും നോക്കാതെ വളരെ ഗൗരവം അല്ലേ? ഈ ലോകത്ത് ഗൗരവം കണ്ടുപിടിച്ചത് തന്നെ അവരാന്ന് വിചാരിക്കും. അത്രയും ഗൗരവ മുഖത്താണ് അണിഞ്ഞ് ഇരിക്കുന്ന ഡോക്ടർമാരുണ്ട്. നമ്മൾ ഇതിൽ ഏത് ഡോക്ടർമാരുടെ അടുത്തേക്ക് പോവാനാണ് വീണ്ടും ആഗ്രഹിക്കുന്നത്? ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകാൻ സാധാരണ നമ്മൾ വീണ്ടും ആഗ്രഹിക്കാറില്ല. പക്ഷെ എന്നാൽ പോലും വീണ്ടും പോകേണ്ടി വന്നാൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമ്മെ സ്വീകരിക്കുന്ന, നമുക്ക് പുഞ്ചിരി തരുന്ന, നമ്മെ ഹൃദയം കൊണ്ട് വരവേൽക്കുന്ന ഡോക്ടർമാരെയാണ്. സംശയമില്ല അല്ലെ? അതുപോലെ തന്നെയുള്ള ഒരു വിഭാഗത്തെ നമ്മൾ പറയാറുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ, ടീച്ചേഴ്സ്. നമ്മൾ ഒരുപാട് വർഷങ്ങൾക്കിപ്പുറവും ഓർത്തിരിക്കുന്ന, കാണുമ്പോൾ ഓടിച്ചെല്ലുന്ന കുറച്ച് ടീച്ചർമാരുണ്ട്. അവർ നമ്മളെ ഹൃദയം കൊണ്ട് കൂട്ടിപ്പിടിച്ചവരായിരിക്കും. അവർ നമ്മെ ഹൃദയം കൊണ്ട് കേട്ടവരായിരിക്കും. അവരുടെ വാക്കുകൾ ഹൃദയത്തിൽ നിന്ന് വന്നവയായിരിക്കും. അതാ ഞാൻ പറഞ്ഞത്, ഹൃദയം കൊണ്ട് കേൾക്കുക, ഹൃദയം കൊണ്ട് സംസാരിക്കുക. നമ്മളൊക്കെ ദേഷ്യം വരുമ്പം എന്തൊക്കെയാ പറയാന്നറിയില്ല അല്ലെ? നമ്മൾ പെണ്ണുങ്ങളെ പറ്റി എന്താ പറയല്? പറയലല്ല, പെയ്യലാണെന്നാ പറയാ അല്ലെ? ഒരു മഴ പെയ്യുന്ന പോലെയാണ് നമ്മളൊക്കെ ചില സമയത്ത് പറയല്. ദേഷ്യം വരുമ്പോ എന്ത് വാക്ക് ഉപയോഗിക്കണം, എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യണം എന്നറിയാത്ത ആളുകളായി ചില സമയത്തെങ്കിലും നമ്മൾ മാറുന്നുണ്ട്. ഇപ്പൊ അടുത്തൊരു KGയുടെ പാരന്റ്സ് മീറ്റിങ്ങിന് പോയപ്പോ ഒരു അധ്യാപിക പങ്കുവെച്ച കാര്യമാണ്, കുട്ടി ദേഷ്യം വരുമ്പോ സഹപാഠികളോട്, ക്ലാസ്സിലെ മറ്റു കുട്ടികളോട് കുന്തം കുന്തം എന്ന് പറയുന്നു. LKG പഠിക്കുന്ന കുട്ടിയാണ്. LKG പഠിക്കുന്ന കുട്ടി കുന്തം കണ്ടിട്ടുണ്ടാവോ? നമ്മളിൽ തന്നെ പലരും യഥാർത്ഥ കുന്തം കണ്ടിട്ടുണ്ടാവില്ല അല്ലെ? അപ്പൊ ഈ കുട്ടി കുന്തം എന്താണ് എന്നറിഞ്ഞിട്ടാണോ ഈ പറയണത്? അല്ല, തീർച്ചയായിട്ടും അല്ല. ആ കുട്ടിയുടെ വീട്ടിലെയോ അല്ലെങ്കിൽ ആ കുട്ടിയുമായി സമ്പർക്കമുള്ള ആരോ ദേഷ്യം വരുമ്പോൾ പ്രയോഗിക്കുന്ന ഒരു വാക്ക് ആ കുട്ടി അതുപോലെ കോപ്പി അടിച്ചു, അല്ലെങ്കിൽ അതുപോലെ നമ്മൾ കുട്ടികളെ CCTVകൾ എന്നാണ് പരാമർശിക്കാറ്. ആ കുട്ടി അതേപോലെ അത് ഒപ്പിയെടുത്തു എന്നുള്ളതാണ്. നമ്മൾ ദേഷ്യം വരുമ്പോൾ അങ്ങനെ പലതും പറയാറുണ്ട്. ഏറ്റവും എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത് പലരും വണ്ടി ഓടിക്കുന്നവരാണ് അല്ലെ? ഹോൺ ഉപയോഗിക്കുന്ന, ഒരു ദയയും ദാക്ഷിണ്യവും ഇല്ലാതെ ഹോൺ ഉപയോഗിക്കുന്നത് കാണാം. വെറും ഹോണാണ് ഉപയോഗിക്കുക, അതിൻ്റെ കൂടെ വരുന്ന തെറി അഭിഷേകങ്ങൾ അല്ലെ? വിദേശ രാജ്യങ്ങളിലൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഹോണ്. എന്നാൽ നമ്മുടെ രാജ്യത്തോ, നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമ്മൾ വണ്ടി കൊണ്ടെത്തണം, അതിന് നമ്മൾ എത്ര ഹോണും അടിക്കും. ദേഷ്യം, ആ സമയത്ത് വരുന്ന വാക്കുകൾ നിയന്ത്രിക്കാൻ പറ്റാറില്ല. എങ്ങനെയാ നമുക്കിത് നിയന്ത്രിക്കാൻ പറ്റുക? നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലെ, ചൊട്ടയിലെ ശീലം എങ്ങനെയാ? ചൊട്ടയിലെ ശീലം ചുടൽ വരെയല്ല, ചൊട്ടയിലെ ശീലം അത് മാറ്റുന്നത് വരെയാണ്. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അങ്ങനെ പെട്ടെന്ന് ശീലങ്ങളൊക്കെ മാറ്റാൻ പറ്റുമോ? അല്ലെങ്കിൽ പെട്ടെന്ന് ജീവിതമൊക്കെ മാറ്റാൻ പറ്റുമോ? ജീവിതം പെട്ടെന്ന് മാറ്റാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് എനിക്ക് പറയാനുള്ളത്, ജീവിതം മാറ്റുക എന്നതിലുപരി ഒരു ദിവസം എഴുന്നേറ്റിട്ട് നമുക്ക് ശീലങ്ങൾ മാറ്റിക്കൂടെ? എന്നും 6 മണിക്ക് എണീക്കുന്ന ഒരാളെ ഒരു അരമണിക്കൂർ നേരത്തെ എണീക്കണം എന്ന് കരുതി അലാറം വെക്കുന്നു, എഴുന്നേൽക്കുന്നു. അങ്ങനെ പതിയെ പതിയെ അയാൾ ആ ശീലത്തിൽ നിന്ന് 5:30 എഴുന്നേൽക്കുന്ന ശീലത്തിലെത്തുന്നു. അതുപോലെ ദേഷ്യം വരുമ്പോൾ താൻ ഉപയോഗിക്കുന്ന തെറിവാക്കുകൾ നിയന്ത്രിക്കാൻ ഒരാൾ ശീലമാക്കാൻ തുടങ്ങുന്നു. അങ്ങനെ നിയന്ത്രിച്ച് അയാൾ ആ ശീലം ഉപയോഗിക്കുന്നു അല്ലെ? അങ്ങനെ തെറിവാക്ക് പറയാതിരിക്കുന്നു. ശീലങ്ങൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് തുടങ്ങാൻ പറ്റും. പതിയെ പതിയെ ആ ശീലങ്ങൾ നമ്മുടെ ജീവിതത്തെ മാറ്റും. വി കാൺ ചേഞ്ച് അവർ ലൈഫ്, ബട്ട് വി കാൺ ചേഞ്ച് അവർ ഹാബിറ്റ്സ് എന്നാ പറയാം. നമ്മുടെ ശീലങ്ങളെ നമുക്ക് മാറ്റാം, നമ്മുടെ ജീവിതത്തെ മാറ്റാൻ പറ്റില്ല. പക്ഷേ while we change our habits, we can change our life. നമ്മുടെ ശീലങ്ങൾ മാറ്റുന്നതോടുകൂടി നമ്മുടെ ജീവിതവും നമുക്ക് മാറ്റാം. ഹൃദയം കൊണ്ട് കേൾക്കുക, ഹൃദയം കൊണ്ട് പറയാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വാക്കുകളിൽ തന്നെ ഇങ്ങനെ നിന്നു അല്ലേ? ആ വാക്കുകൾ, നമ്മൾ പറയുന്ന വാക്കുകൾ നന്നാവുമ്പോഴുള്ള
ചില ആളുകൾ വരുമ്പോൾ തന്നെ നമുക്ക് നല്ല ഇഷ്ടമാണ്. അവരോട് സംസാരിക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. ചില ആളുകൾ എന്നാ നേരെ തിരിച്ചാണ്. നമ്മൾ പറയും ഫുള്ള് നെഗറ്റീവ് വൈബാണ് അയാളെടുത്ത്, അല്ലേ? നെഗറ്റീവ് മാത്രമേ പറയുള്ളൂ. അതിപ്പോൾ ഉള്ള വാക്കാണ് വൈബൊക്കെ. എന്നാ പണ്ടേ ഇങ്ങനത്തെ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു കഥ പറയാം. അക്ബറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അക്ബറിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഇല്ലേ? അക്ബർ ചക്രവർത്തി, മഹാനായ അക്ബർ ചക്രവർത്തിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അക്ബറിന്റെ ഏറ്റവും വലിയ സമ്പത്തായിട്ട് നമ്മൾ പറയണത് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെ അദ്ദേഹത്തിന് എല്ലാ ഉപദേശങ്ങളും നൽകിയ ആരായിരുന്നു? ബീർബൽ. ബീർബലിന്റെ കഥകൾ കേട്ടിട്ടില്ലേ? യെസ്. അപ്പൊ ബീർബലിനെ കുറിച്ചും അക്ബറിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. അക്ബർ വളരെ സുന്ദരനായിരുന്നു എന്ന് എത്ര പേർക്ക് അറിയാം? അതിമനോഹരമായ ഒരു മനുഷ്യനായിരുന്നു അക്ബർ. മുഗൾ ചക്രവർത്തിമാരിൽ ഏറ്റവും സുന്ദരനായ രാജാവ് എന്നാണ് അക്ബർ ചക്രവർത്തി അറിയപ്പെടുന്നത്. അക്ബർ ചക്രവർത്തി യുദ്ധങ്ങളൊക്കെ ചെയ്ത് ഓരോ രാജ്യവും കീഴടക്കുമ്പോൾ അത് നഷ്ടപ്പെടാതിരിക്കാൻ ചക്രവർത്തി ഉപയോഗിച്ചിരുന്ന ഒരു നയതന്ത്രമായിരുന്നു ആ രാജ്യത്തുള്ള രാജാവിന്റെ മകളുമായോ പെങ്ങളുമായോ ഒരു വിവാഹബന്ധം സ്ഥാപിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മളൊക്കെ ഈ ചരിത്രം പഠിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും പാവം അവർ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇയാളെ വിവാഹം കഴിച്ചത്. പക്ഷെ ചരിത്രകാരന്മാർ പറയുന്നത് അതിസുന്ദരനായ അക്ബർ ചക്രവർത്തിയെ വിവാഹം കഴിക്കാൻ അവർക്ക് താല്പര്യമായിരുന്നു എന്നാണ്. അങ്ങനെ സുന്ദരനായ അക്ബർ ചക്രവർത്തി ഒരു ദിവസം ഉറങ്ങാൻ കിടന്ന് ഉറക്കം എഴുന്നേറ്റപ്പോൾ വളരെ സങ്കടപ്പെട്ടിരിക്കുന്നു. അപ്പൊ എന്താ സങ്കടത്തിന് കാരണം എന്ന് ചോദിച്ചപ്പോൾ ഒരു സ്വപ്നം കണ്ടു. ഇത്രയും സുന്ദരനായ അക്ബർ ചക്രവർത്തി പല്ലെല്ലാം പൊഴിഞ്ഞിട്ട് ഒരു പല്ല് മാത്രമായി ഒറ്റ പല്ലനായിട്ട് ഇരിക്കുന്നതാണ് സ്വപ്നം കണ്ടത്. രാജാക്കന്മാരൊക്കെ കൊട്ടാരത്തില് സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുന്ന ആളുകൾ ഉണ്ടാവും, അല്ലെ? രാവിലെ തന്നെ വളരെ സങ്കടം താങ്ങാൻ വയ്യാന്നിട്ട് അക്ബർ ചക്രവർത്തി ഓടിപ്പോയി. എന്നിട്ട് ഈ സ്വപ്നം വ്യാഖ്യാനിക്കുന്ന ആളുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പ്രശ്നമാണ്. എന്താണ് സ്വപ്നത്തിന്റെ അർത്ഥം പറയൂ. രാജാവ് ധൃതി കൂട്ടി. അപ്പൊ സ്വപ്നം വ്യാഖ്യാനിക്കുന്ന ആള് പറഞ്ഞു, സ്വപ്നം പറയുന്നത് നിങ്ങളുടെ ബന്ധുക്കളെല്ലാം മരിച്ചതിന് ശേഷമാണ് അങ്ങ് മരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ സ്വപ്നം വ്യാഖ്യാനിച്ചു കഴിഞ്ഞു, അല്ലെ? രാജാവിന് അതിന്റെ അർത്ഥം മനസ്സിലായി. രാജാവ് തിരിച്ച് രാജകൊട്ടാരത്തിലേക്ക് വന്നു. രാജാവിന് പഴയ ഉന്മേഷമൊന്നുമില്ല. രാജകൊട്ടാരത്തിൽ വന്നിരിക്കുമ്പോൾ രണ്ട് വശങ്ങളിലായിട്ട് പത്നിമാരും സുന്ദരികളായ പത്നിമാരിയ്ക്കുന്നു, കുടുംബാംഗങ്ങൾ ഇരിക്കുന്നു. ഇവരെല്ലാം മരിച്ചു പോകും, അതിനുശേഷം ഞാനും മരിക്കും. അദ്ദേഹത്തിന് വളരെ സങ്കടം. ഇതാര് ശ്രദ്ധിച്ചു? ബീർബൽ വന്നിട്ട് പറഞ്ഞു, രാജാവേ എന്തു പറ്റി? അങ്ങക്ക് എന്തു പറ്റി? എന്നും കാണുന്ന ഒരു ഉണർവ് ഉഷാറൊന്നും ഇല്ലല്ലോ, എന്താ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ബീർബലിനോട് വളരെ സങ്കടപ്പെട്ട് സ്വപ്നത്തിന്റെ കഥയും അതിന്റെ വ്യാഖ്യാനിച്ച കഥയും പറഞ്ഞു കൊടുത്തു. അപ്പൊ ബീർബൽ പറഞ്ഞു, വ്യാഖ്യാനത്തിൽ ചെറിയൊരു തിരുത്തുണ്ടല്ലോ. അപ്പൊ ഒരു പ്രതീക്ഷയാണ്, അല്ലെ? നമ്മളൊക്കെ ഒരു പ്രശ്നത്തിൽ പെടുമ്പോ നമ്മളോട് ഒരാൾ പറയണേ ഒരു സൊല്യൂഷനും ഇല്ല കരുതി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോ ഒരാൾ വന്ന് പറയണേ ഇതങ്ങനെയൊന്നല്ല, ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട് പറയുമ്പോ നമ്മൾ പെട്ടെന്ന് ഉണരൂലേ? അതുപോലെ ബീർബൽ അങ്ങനെ പറഞ്ഞപ്പോൾ ചക്രവർത്തിക്ക് വളരെ സന്തോഷമായി. അപ്പൊ ചക്രവർത്തി ചോദിച്ചു, എന്താണ് ഈ സ്വപ്നം? ഇങ്ങനെയൊന്നുമല്ല, എല്ലാ പല്ലുകളും കൊഴിഞ്ഞതിന് ശേഷം ഒരു പല്ല് ബാക്കിയായില്ലേ? ചക്രവർത്തി, അതെ, ഒരു പല്ല് ബാക്കിയായിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ബന്ധുക്കളെക്കാട്ടിലും എല്ലാം ആയുസ് നിങ്ങൾക്ക് കൂടുതലാണ് എന്നാണ് സ്വപ്നം പറയുന്നത്. രാജാവിന് വളരെ സന്തോഷമായി. എന്താണ്? ഈ നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരെക്കാട്ടിലും ഇപ്പൊ ജീവിച്ചിരിക്കുന്ന നിങ്ങളുടെ കുടുംബാംഗങ്ങളെക്കാട്ടിലും എല്ലാം ആയുസ് നിങ്ങൾക്കാണ് കൂടുതൽ എന്നാണ് ബീർബൽ പറഞ്ഞത്. രണ്ട് വ്യാഖ്യാനങ്ങളും ഒന്ന് തന്നെയല്ലേ, അല്ലേ? ഒരാൾ പറഞ്ഞത് മരിക്കുന്നതിനെ പറ്റിയാണ്, മറ്റേയാൾ പറയുന്നത് ജീവിക്കുന്നതിനെ പറ്റിയാണ്. ജീവിക്കുന്ന ഒരു പ്രതീക്ഷ, അല്ലെ ജീവിക്കുക എന്നൊരു വാക്ക് ഇവിടെ ഉണ്ടാവുമ്പോൾ എന്തിനു നമ്മൾ മരണം എന്ന വാക്ക് ഉപയോഗിക്കണം? പോസിറ്റീവായി നമുക്ക് സംസാരിച്ചൂടെ? പോസിറ്റീവായി നമുക്ക് പറഞ്ഞൂടെ? ഹൃദയം കൊണ്ട് സംസാരിക്കാം, ഹൃദയം കൊണ്ട് കേൾക്കാം. അപ്പോഴാണ് നമുക്ക് മനസ്സ് നിറയുക. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്കൊക്കെ ഉള്ള വേറൊരു പ്രശ്നമാണ് തൃപ്തി വരായിക, അല്ലെ? ലാക്ക് ഓഫ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയും. മനം നിറയാത്തൊരവസ്ഥ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ പലർക്കും ഉണ്ടാവലുണ്ട്. എല്ലാം നല്ലതിന്, അല്ലെ? നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം നല്ലതിന്, ഇനി നടക്കുന്നത് പോകുന്നതും നല്ലതിന് എന്ന് വിചാരിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ. ഒരു കഥയും കൂടി പറയാം, വെറുപ്പിക്കണില്ല എന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ ഒരു രാജാവും മന്ത്രിയും ഇങ്ങനെ നടന്നു പോവായിരുന്നു. വളരെ സൗഹൃദ സംഭാഷണത്തിലൂടെ നടന്നു പോയപ്പോൾ കാടിനിടയിലൂടെയാണ് ഇവർ നടന്നു പോണത്. അങ്ങനെ കാട്ടിലെത്തിയപ്പോൾ ഒരു മാവിന്റെ ചോട്ടിൽ നല്ല പഴുത്ത മാമ്പഴങ്ങൾ കിടക്കണ കണ്ടു.
അപ്പൊ മന്ത്രി എടുത്തിട്ട് അത് കഴുകി കൊണ്ടുവന്ന് കടിച്ച് കഴിച്ചു. അപ്പൊ നല്ല മധുരമാണ്, രാജാവിനും കൊടുത്തു. പക്ഷെ രാജാവ് ഇങ്ങനെ കടിച്ച് കഴിക്കൊന്നുമില്ല, രാജാവല്ലേ, മുറിച്ചിട്ട് കഴിക്കണം. അപ്പൊ രാജാവ് തന്റെ വാള് ഇങ്ങനെ അരയിൽ വാളൊക്കെ വെക്കൂലേ രാജാവ്, വാള് ഊരിയിട്ട് അത് മുറിച്ചു. മുറിക്കുന്നതിനിടയിൽ അബദ്ധത്തിനിടയിൽ കൈവിരൽ മുറിഞ്ഞു. കൈവിരൽ മുറിഞ്ഞപ്പോ ചോര അധികമായിട്ട് വന്ന് ഉറ്റിക്കൊണ്ടിരുന്നു. അപ്പൊ മന്ത്രി സമാധാനിപ്പിക്കുകയാണ് രാജാവിനെ, അത് കുഴപ്പമില്ല രാജാവെ, പ്രശ്നമില്ല, എല്ലാം നല്ലതിനാണ്. അപ്പൊ രാജാവ് കോപിച്ച് ദേഷ്യം വന്നിട്ട് രാജാവ് ചോദിച്ചു, ചോര വീഴുന്നത് കണ്ടിട്ടാണോ നീ ഇതെല്ലാം നല്ലതിനാണെന്ന് പറയണത്? രാജാവിന് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ രാജാവ് പറഞ്ഞു, ഇങ്ങനെയാണോ നീ സംസാരിക്കേണ്ടത്? അല്ല രാജാവ്, എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാവുമല്ലോ, ഇതെല്ലാം നല്ലതിനായിരിക്കും. രാജാവിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. രാജാവ് ദേഷ്യം വന്നു. മന്ത്രി അവിടെ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഒരു പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടിട്ട് ആ മാമ്പയം കഴിച്ച് തന്റെ യാത്ര തുടർന്നു. കുറച്ച് അടുത്തെത്തിയപ്പോൾ കാട്ടുജാതികളൊക്കെ ഉള്ള ആളുകളൊക്കെ ഉള്ള കാട്ടുവാസികളൊക്കെ ഉള്ള നാട്ടിലെത്തി. കാടിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. രാജാവിന് വഴി തെറ്റി. അങ്ങനെ കാട്ടുവാസികളുടെ നടുവിലെത്തിയപ്പോൾ, കാട്ടുവാസികൾക്ക് അന്ന് ഉത്സവമാണ്. ആ ഉത്സവത്തിന് അവരെ ബലി അർപ്പിക്കാൻ അതിലെ വരുന്ന ഒരാളെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ രാജാവ്, അതിഗാംഭീര്യനായ നല്ല ശരീരമുള്ള നമ്മുടെ രാജാവ് ഇങ്ങനെ കുതിരപ്പുറത്ത് വരുന്നത്. അപ്പൊ അവർക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ രാജാവിനെ അവർ സെലക്ട് ചെയ്തു. ബലി അർപ്പിക്കാൻ വേണ്ടിയിട്ട് കാട്ടുവാസികളെല്ലാം രാജാവിനെ പിടിച്ചിട്ട് കൊണ്ടുപോവാണ്. കൊണ്ടുപോകുന്ന സമയത്ത്, ബലി അർപ്പിക്കാൻ നിൽക്കുന്ന സമയത്താണ് അവർ ഈ ചോര ഉറ്റുന്നത് ശ്രദ്ധിച്ചത്. അവർക്ക് ബലി അർപ്പിക്കണമെങ്കിൽ ഒരു നിബന്ധന ഉണ്ടായിരുന്നു. അംഗവൈകല്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാളെ ആയിരിക്കണം അവര് ബലി കൊടുക്കേണ്ടത്. അപ്പൊ അവർക്ക് രാജാവിനെ ബലി അർപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അവർ രാജാവിനെ വെറുതെ വിട്ടു. രാജാവിനെ വെറുതെ വിട്ട സമയത്താണ് രാജാവിന് ആ മന്ത്രി പറഞ്ഞ വാക്കുകൾ ഓർമ്മ വന്നത്. രാജാവ് വളരെ ദുഃഖിച്ചു, സങ്കടമായി. മന്ത്രി ഉടനെ കാണാൻ ധൃതിയായി കുതിരപ്പുറത്ത് തിരിച്ച് ഓടി വഴിയൊക്കെ നോക്കി തിരിച്ച് ആ പൊട്ടക്കിണറ്റിന്റെ അടുത്ത് വന്ന് കയറൊക്കെ ഇട്ട് കൊടുത്തിട്ട് മന്ത്രിയെ രക്ഷിച്ചു. എന്നിട്ട് വളരെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചിട്ട് മന്ത്രിയോട് പറയാണ്, ഒരുപാട് നന്ദിയുണ്ട്, താങ്കൾ പറഞ്ഞത് ശരിയാണ്, എല്ലാത്തിനും അതിൻ്റെതായ കാരണമുണ്ടാവും. കഥകളെല്ലാം കേട്ടതിന് ശേഷം മന്ത്രി തിരിച്ചു പറയാണ്, രാജാവേ, നിങ്ങൾ പറഞ്ഞ നന്ദിയിലേറെ ഇരട്ടി നന്ദി എനിക്ക് അങ്ങോട്ടുണ്ട്. എന്തായിരിക്കും കാരണം? രാജാവും മന്ത്രിയും ഒരുമിച്ച് യാത്ര തുടർന്നിരുന്നെങ്കിൽ അംഗവൈകല്യമില്ലാത്ത മന്ത്രി ആ ബലി അർപ്പിക്കുന്ന ആ ചടങ്ങിൽ ബലിയായി പോയിരുന്നു അല്ലെ? അപ്പൊ എല്ലാം നല്ലതിന് എന്ന് വിശ്വസിക്കുക. പ്രിയപ്പെട്ടവരെ, രാത്രി ഉറങ്ങിയതിനു ശേഷം 10 ലക്ഷം പേരാണത്രേ പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്വന്തം കാലുകൾ അനക്കാൻ പറ്റാത്തത്. യാതൊരു അവയവത്തിന്റെയും സഹായമില്ലാതെ ശ്വസിക്കാൻ പറ്റുന്നവരാണ് നമ്മൾ. കൈകാലുകൾ അനക്കാൻ പറ്റുന്നവരാണ്. മുടിയുടെ കട്ടി കുറഞ്ഞതിന്റെ പേരിലോ, നെറ്റി കൂടിയതിന്റെ പേരിലോ, കണ്ണിന്റെ നീളം കൂടിയതിന്റെ പേരിലോ, അല്ലെങ്കിൽ നീളം കുറഞ്ഞതിന്റെ പേരിലോ ഒരുപാട് പരിഭവിക്കുന്നവരാണ് നമ്മൾ. ഉപ്പയ്ക്കും ഉമ്മയ്ക്കും നീളമില്ലാത്തത് കൊണ്ടാണ് എനിക്ക് നീളമില്ലാതെ പോയത് എന്ന് സങ്കടപ്പെടുന്ന കുട്ടികളുണ്ട് അല്ലെ? എൻ്റെ ഈ ഒരു കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ആയിപ്പോയത് എന്ന് വിചാരിക്കുന്നവരുണ്ട്. നമ്മുടെ സന്തോഷങ്ങളെ പറ്റി, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഗുണങ്ങളെ പറ്റി, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ പറ്റിയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഞാൻ വീണ്ടും പറയുന്നു, ഡയാലിസിസ് സെന്ററുകളും ക്യാൻസർ സെന്ററുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം അനുഗ്രഹീതരാണ്. യാതൊരു അവയവത്തിൻ്റെയും ആവശ്യമില്ലാതെ നിൽക്കാനും നടക്കാനും ശ്വസിക്കാനും ബാക്കിയുള്ളവരെ കേൾക്കാനും അറിയാനും എല്ലാം പടച്ചവൻ അനുഗ്രഹിച്ച് ഇന്നും നമ്മൾ എന്താ പറയുക അടിപൊളിയായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ നന്ദി പറയണം, നന്ദിയുള്ളവരാവണം. ഹൃദയം കൊണ്ട് കേട്ട്, ഹൃദയം കൊണ്ട് സംസാരിച്ച്, മനസ്സ് നിറഞ്ഞു ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മൾ പോകുന്നിടത്തെല്ലാം സുഗന്ധം പരത്താൻ നമ്മുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ആവട്ടെ. നമ്മെ കാണുമ്പോൾ പുഞ്ചിരിയോടെ സ്വീകരിക്കാനും തിരിച്ച് എല്ലാവരെയോടും പുഞ്ചിരിയോടെ സ്വീകരിക്കാൻ നമുക്കും തിരിച്ചും സാധിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.